ഒരിക്കൽ കൂടി ബയോവേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ 2 ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ DNA റെപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് റെപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു DNA നിന്നും പുതിയ DNA ഇപ്പോൾ ഇവിടെ ഒരു DNA ഉണ്ടല്ലോ, ഇതിൽ നിന്നും 1-2 പുതിയ DNA ഉണ്ടായി. സോ ഒരു DNA കോപ്പി ചെയ്തിട്ട് പുതിയ DNA ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? DNA റെപ്ലിക്കേഷൻ. ഈ റെപ്ലിക്കേഷന് ആധാരമായി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഡിനിനാണല്ലോ ഉണ്ടാവുക, ഇവിടെ തൈമിനല്ലേ. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടാണ് ജോഡി ചേരുക. അഡിനിൻ എപ്പോഴും ആരുമായി പെയർ ചെയ്യും? തൈമിനുമായിട്ട്. എങ്ങനെ? ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് വഴി. അതുപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ട് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് പെയർ ചെയ്യും. ഈ റൂളിനെ വിളിക്കുന്ന പേരാണ് ചർഗാവ്സ് റൂൾ എന്നാണ് വിളിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യും. സോ എന്താ ചർഗാവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായി പെയർ ചെയ്യുന്നു എന്ന് പറയുന്ന തിയറിയാണെന്ത്? ചർഗാവ്സ് റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമുക്കത് ആവശ്യമില്ല, ഇവിടെ നമ്മൾ സാന്ദർഭികമായി പറഞ്ഞതാണ്, എക്സാമിന് വന്നാൽ ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി നോക്കിക്കോ, ഈ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് ആദ്യം നടക്കുന്നത് എന്താണെന്നറിയോ? ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. മുഴുവൻ ഹൈഡ്രജൻ ബോണ്ട് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യില്ല. ആദ്യം ഒരു നിശ്ചിത, ഇപ്പോൾ ഉദാഹരണമായി ഇത്രയും സ്ഥലത്തുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടുത്തെ ബോണ്ട് മാത്രം ബ്രേക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചെയ്ത ശേഷം എന്ത് സംഭവിക്കും? ഇവിടെ നോക്ക്, ഇവിടെ ഗ്വാനിൻ്റെ എപ്പോഴും സൈറ്റോസിൻ അല്ല, ഇവരെ ഈ ബ്രേക്ക് ചെയ്ത ഭാഗത്തുനിന്ന് പുതിയൊരു സ്ട്രാൻഡ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഗ്വാനിൻ ആകുമ്പോൾ ഇവിടെ സൈറ്റോസിനാണ്, ഇവിടെ ഗ്വാനിൻ ആകുമ്പോൾ ഇവിടെ സൈറ്റോസിൻ വെക്കും, ഇവിടെ അഡിനിൻ വരും, ഇവിടെ തൈമിൻ വെക്കും. അതുപോലെ ഈ ഭാഗത്തും വെക്കും, പുതിയൊരു സ്ട്രാൻഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. സോ ഇത് 2 DNA ആയിട്ട് മാറും. ഈ ഒരു അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും പെയർ ചെയ്യുന്നു എന്ന നിയമത്തെ ആസ്പദമാക്കിയിട്ട് ഈ DNA 2 സ്ട്രാൻഡുകൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്ട്രാൻഡിന് നേരെ ഇവിടെയുള്ള ചുവപ്പ് പഴയ സ്ട്രാൻഡ്, ഇവിടെ പുതിയൊരു സ്ട്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കുകയോ, ഇത് പുതിയ 2 DNA ആണ്. ഈ പുതിയ DNA ഈ റെഡ് കളറിൽ കാണുന്നത് എന്താണ്? ഈ DNA ഒരു ഭാഗം, ഫസ്റ്റ് പാർട്ടാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ DNA ഈ ചുവന്ന സ്ട്രാൻഡ് എന്നാണ് ഈ പാരൻ്റ് DNA ഒരു സ്ട്രാൻഡാണ്. ഇങ്ങനെ പുതിയ 2 DNA പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? DNA റെപ്ലിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം, അതിലൂടെ മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ എന്താ ക്വസ്റ്റ്യൻ നോക്കുക. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഇൻ ദിസ് പിക്ചർ. ഇതെന്തിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്? ഇതാണ് DNA റെപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നെയിം എനി 2 എൻസൈംസ്. ഈ ഒരു പ്രോസസ്സിന് ആവശ്യമായ ഏതെങ്കിലും 2 എൻസൈമുകളുടെ പേരാണ് ചോദിക്കുന്നത്. സോ ആ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം ഏതെല്ലാം എൻസൈം നോക്കാം. ഒന്നാമത്തെ എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. DNAയെ നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമാണെന്ത്? DNA പോളിമറൈസ്. അതിൻ്റെ ഫുൾ നെയിം എന്താണ്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. ഓക്കെ, രണ്ടാമത്തെ എൻസൈമിനെ നമുക്ക് പറയാം. അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ എക്സാമിലൂടെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുക. ഇവിടെ DNAക്ക് പൊളാരിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ, DNA സ്ട്രക്ചറായി ബന്ധപ്പെട്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് അല്പം കൂടി വിശദമായി ആവശ്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു DNA എന്ന് വിചാരിച്ചോ. ഈ DNA ഈ ഭാഗം 3' എൻഡ് ആണെങ്കിൽ ഈ ഭാഗത്ത് 5' എൻഡ് എന്നാണ് വിളിക്കുക. എങ്കിൽ ഓപ്പോസിറ്റ് 5' ഇവിടെ 3' അങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഒരു DNA നമുക്ക് കാണാൻ സാധിക്കുക. DNA ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ആൻറ്റി പാരലൽ നേച്ചർ. ഇങ്ങനെയാണ് ഒരു DNA ഉണ്ടാവുക. ഒരു ഭാഗത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ 3' 5' ആണെങ്കിൽ ഇവിടെ 5' 3' ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയെ എന്താ വിളിക്കുക? ആൻറ്റി പാരലൽ നേച്ചർ ഓഫ് DNA എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. ഓക്കെ, ഇനി നോക്കുകയോ, ഇത് പുതിയ പഴയ DNA ആണല്ലോ ഈ കാണുന്നത്, ഇത് നമ്മളെ DNA അല്ലേ. ഇനി ഇവിടെ നിർമ്മിക്കുന്നത് ഇതാണ് ന്യൂ സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. പുതിയ DNA സ്ട്രാൻഡ് അടുത്ത് നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിനുള്ളത്.
എന്നാൽ ഇയാളുടെ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ? ഇയാൾ 5' എൻഡിൽ തുടങ്ങി 3' എൻഡിലേക്ക് മാത്രമേ ഇദ്ദേഹത്തിന് പുതിയ DNA നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത് DNA ഒരു സ്ട്രാൻഡ്, ഇത് നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന സ്ട്രാൻഡ്. അപ്പോൾ ഇത് 3 ആകുമ്പോൾ നേരത്തെ നമ്മൾ വരച്ച ഡയഗ്രാം പ്രകാരം ഇവിടെ 5 വരേണ്ടത്, ഈ ഭാഗത്ത് 3 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാൻഡ് ഇവിടെ നിർമ്മിക്കാൻ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഈ ഭാഗത്ത് ഈ കാണുന്നതാണല്ലോ പഴയ DNA, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ നിർമ്മിക്കേണ്ട പുതിയ DNA, ആ പുതിയ DNAക്ക് ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 3 ആണ് വരേണ്ടത്, ഇവിടെ 5' വരണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിർമ്മിക്കുകയാണെങ്കിൽ 3' നിന്നും 5' പുതിയ DNA സ്ട്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ DNA പോളിമറൈസിന് എന്തേ അറിയുകയുള്ളൂ? 5' തുടങ്ങി 3' മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഭാഗത്ത് പുതിയ DNA സൃഷ്ടിക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് സൃഷ്ടിക്കും. കാരണം മുകളിൽ 5ഉം താഴെ 3 ആണ് വേണ്ടത്. ഇയാൾക്ക് 5ൽ തുടങ്ങി 3ലേക്ക് മാത്രം നിർമ്മിക്കാൻ അറിയുകയുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ DNA ഈ ഒരു ഭാഗത്ത് ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക, ഓരോ കഷ്ണങ്ങളായിട്ട്. ഇപ്പോൾ DNA ഹൈഡ്രജൻ ബോണ്ടുകൾ ഇവിടം വരെ ബ്രേക്ക് ചെയ്തേ. ഇനി ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇയാൾ വീണ്ടും പോയി മുകളിൽ നിന്ന് താഴോട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു ഭാഗത്ത് കഷ്ണങ്ങളായിട്ട് ഫ്രാഗ്മെൻറ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്? റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ സ്ട്രാൻഡ്. പുതിയ സ്ട്രാൻഡുകളുടെ പ്രത്യേകതകൾ എഴുതുക. എന്തായിരിക്കും പ്രത്യേകത ചോദിക്കുക? ഈ ഭാഗത്ത്, അതായത് 5' 3' പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ടും 3' 5' ഉള്ള ഭാഗത്ത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്ക് പ്രത്യേകതകൾ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം, നോക്കാം. ഇനി ഇവിടെ അടിപൊളി ക്വസ്റ്റ്യൻ വന്നത്. പഴയ കാലത്ത് ക്വസ്റ്റ്യൻസ് അല്പം കൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 2017 കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പിന്നെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 2017 വന്ന ക്വസ്റ്റ്യനാണ്. റീഡ്രോ ദ ഡയഗ്രാം കറക്റ്റ്ലി ഇഫ് എനി മിസ്റ്റേക്ക് ഈസ് ദർ. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്? ഇവിടെ 3' 5' ആണല്ലോ. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ? 5' 3' അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താ? 3' വരേണ്ടത് അല്ലേ? പിന്നെന്താ മിസ്റ്റേക്ക്? ഈ ഭാഗത്ത് 5' 3' ആകുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ DNA ആയിട്ടുള്ള എൻസൈമിൻ്റെ പേരെന്താ? RNA പോളിമറൈസ് അല്ലേ? RNA പോളിമറൈസിന് 5' 3' പ്രൊഡ്യൂസ് ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇയാൾ സിമ്പിളായി പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഫ്രാഗ്മെൻ്റ് ആവില്ല. പിന്നെ എവിടെയാണ് നമുക്ക് ഫ്രാഗ്മെൻറ്റുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ? RNA പോളിമറൈസിന് ഏത് പറ്റുകയുള്ളൂ? 5 തുടങ്ങി 3ലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ 5' 3' ആകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് എന്താ? 3' 5' ആണ്. അപ്പോൾ ഈ ഭാഗത്താണ് ഫ്രാഗ്മെൻറ്റുകളായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്? ഇത് എന്ത് ഡയഗ്രാമാണ്? DNA റിപ്ലിക്കേഷൻ്റെ എന്താണ് ഡയഗ്രാം ആണെന്ന് എഴുതാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് DNA ലിഗേസ്? DNA ലിഗേസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ഭാഗത്തുണ്ടാവുന്ന ഈ ഫ്രാഗ്മെൻറ്റുകളെ, ഏത് ഫ്രാഗ്മെൻറ്റുകളെ? ഇതിന് പകരം ഈ ഭാഗത്ത് DNA എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക? ഈ ഭാഗത്ത് നമുക്ക് DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെ ഫ്രാഗ്മെൻറ്റുകളായിട്ടല്ലേ? ഈ ഫ്രാഗ്മെൻറ്റുകളെ കൂട്ടിച്ചേർക്കുന്ന എൻസൈമാണെന്ത്? DNA ലിഗേസ്. നേരത്തെ നമ്മോട് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ 2 എൻസൈമിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഒന്ന് DNA പോളിമറൈസ് അല്ലെങ്കിൽ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസും, രണ്ടാമത്തത് എന്താണ്? DNA ലിഗേസ് എന്നും നമുക്ക് ആൻസർ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻ പല വർഷങ്ങളിലായി വന്നിട്ടുണ്ട്. പ്രത്യേകം ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ നോക്കാം ക്വസ്റ്റ്യൻസ് എന്താ നോക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ റിപ്ലിക്കേഷൻ പ്രോസസ്സ് ഇൻ A സ്ട്രാൻഡ് ആൻഡ് B സ്ട്രാൻഡ്? 2 സ്ട്രാൻഡുള്ള റിപ്ലിക്കേഷനുള്ള വ്യത്യാസം എന്താണ്?
അപ്പോൾ എ സ്ട്രാൻഡ് ഇതാണല്ലോ. സോ എ സ്ട്രാൻഡ് ഉള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന പുതിയ DNA എന്താണ്? കണ്ടിന്യൂസ് സിന്തസിസ് നടക്കും. കാരണം എന്താണ്? DNA പോളിമറൈസിന് 5'3' ഡയറക്ഷനിലാണ് DNA ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? 5'3' ആണ്. അവിടെ തടസ്സമൊന്നുമില്ല അല്ലേ? ഇനി ബി സ്ട്രാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ബി സ്ട്രാൻഡിൽ ഇവിടെ 5'3' ആയതുകൊണ്ട് ഇവിടെ വേണ്ടിയ 3'5' ആണ്. അത് നമ്മുടെ DNA പോളിമറൈസിന് അറിയില്ല. അതുകൊണ്ട് മൂപ്പര് മുകൾ ഭാഗത്ത് വന്ന് താഴോട്ടുണ്ടാക്കുക. അതുകൊണ്ട് അവിടെ തുടർച്ചയായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. ഓക്കെ. സോ ഇൻ എ സ്ട്രാൻഡ് ദ DNA replication is continuous and in B strand DNA replication is discontinuous എന്നതാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് DNA ligase? DNA ligaseന് ബി സ്ട്രാൻഡിലുള്ള റോൾ എന്താണ്? ബി സ്ട്രാൻഡിലുള്ള ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യുന്നത് ആരാണ്? DNA ligase ആണ്. DNA ligase helps to join the fragments of DNA. And what is the name of this fragment? These fragments are called ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്. എന്താ വിളിക്കുക? ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് റിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൈ ഷേപ്പ്ഡ് സ്ട്രക്ചർ വരും. ആദ്യ DNA എങ്ങനെ ഉണ്ടാവും മക്കളെ? ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? എന്നാൽ റിപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ DNA ഇതുപോലെ ഒരു ഷേപ്പിലോട്ട് വരില്ലേ? സോ ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോർക്ക് രൂപപ്പെടും. ദാറ്റ് ഈസ് കോൾഡ് റിപ്ലിക്കേഷൻ ഫോർക്ക്. അല്ലെങ്കിൽ ഒരു വൈ ഷേപ്പ്ഡ് സ്ട്രക്ചർ രൂപപ്പെടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് നമുക്ക് വിളിക്കാം. ഇനി 2011 വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊക്കെയാണ് ഈ രൂപത്തിലാണ് ശരിക്കും ക്വസ്റ്റ്യൻസ് തിരിച്ച് വരേണ്ടത് എന്നാണ് പുതിയ എക്സാം ക്വസ്റ്റ്യൻസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു റിപ്ലിക്കേഷൻ ഫോർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പറ. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 5'3' ആണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ 3'5' ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ പുതിയ സ്റ്റാൻഡ് 5'3' ഉണ്ടാവും അല്ലേ? ഇനി ഈ ഭാഗത്ത് എന്താ വേണ്ടത്? 3'5'ലാണല്ലോ പുതിയ വേണ്ടത് നമുക്ക്. പക്ഷേ DNA പോളിമറൈസിന് 5'3' ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ആരോ മാർക്ക് ഇങ്ങനല്ല വേണ്ടത്, താഴോട്ടാണ് വരേണ്ടത് അല്ലേ? ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. വൈ ഡസ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ഓഫ് DNA ഒക്കർ ഇൻ വൺ സ്ട്രാൻഡ്? ഒരു ഭാഗത്ത് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ഉണ്ടാവാൻ കാരണം എന്താണ്? അതിൻ്റെ ആൻസർ എന്താണ്? DNA പോളിമറൈസ് ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ സ്ട്രാൻഡ് ഓൺലി ഇൻ 5'3' ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നത്.